Dear students, welcome to Learner's World. In this video, I'm going to talk about formalism, foundations of literary theory, FAUGP, semester 5, BA English Language and Literature, Calcutta University. Formalism. Formalism is an important literary theory that developed in Russia between 1910 and 1930. ഫോർമലിസം എന്ന് പറയുന്നത് ലിറ്ററി തിയറിയിൽ സാഹിത്യ നിരൂപണത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഫോർമലിസം എന്ന് പറയുന്നത്. 1910 മുതൽ 1930 വരെ റഷ്യയിൽ വികസിച്ച ഒരു സിദ്ധാന്തമാണ് ഫോർമലിസം. ബിഫോർ ഫോർമലിസം, critics studies literature by focusing on the author's life, history, society or politics. അപ്പോൾ ഫോർമലിസത്തിന് മുമ്പ് ലിറ്ററേച്ചറിനെ, അതായത് സാഹിത്യത്തെ പഠിക്കുമ്പോൾ ക്രിട്ടിക്സ് പ്രധാനമായും അതിൻ്റെ എഴുത്തുകാരൻ്റെ ജീവിതം, ഓതേഴ്സിൻ്റെ ലൈഫ്, ഹിസ്റ്ററി, ചരിത്രം, സൊസൈറ്റി, അന്നുണ്ടായിരുന്ന സമൂഹം എങ്ങനെയായിരുന്നു, രാഷ്ട്രീയം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ഫോർമലിസ്റ്റ് ബിലീവ് ദാറ്റ് എ ലിറ്ററി വർക്ക് ഷുഡ് ബി സ്റ്റഡീഡ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വർക്ക് ഓഫ് ആർട്ട്. ഫോർമലിസ്റ്റർ വിശ്വസിച്ചിരുന്നത് ഒരു സാഹിത്യകൃതി, ഒരു ലിറ്ററേച്ചർ ഒരു സ്വതന്ത്രമായിട്ടുള്ള കലാസൃഷ്ടിയാണ്, അങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത് എന്നുള്ളതായിരുന്നു ഫോർമലിസ്റ്റ് ബിലീവ് ചെയ്തിരുന്നത്. അല്ലാതെ ഓതറിൻ്റെ ബയോഗ്രഫിയോ ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ ഒന്നും നോക്കേണ്ടതില്ല. They argued that meaning comes from the language, form, structure, style, imagery, rhythm and literary devices used in the text rather than from external factors. അപ്പോൾ ഫോർമലിസ്റ്റുകൾ വാദിച്ചിരുന്നത് ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതിൻ്റെ ലാംഗ്വേജിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ, ഫോം, സ്റ്റൈല്, ഇമാജറി, റിതം, ആ ഒരു വർക്കിൻ്റെ താളം, അതുപോലെ ഒരുപാട് ലിറ്ററി ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അലിട്രേഷൻ, അസോണൻസ്, അതായത് പെർസോണിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ. ഇതൊക്കെ ഇതിൽ നിന്നൊക്കെയാണ് ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് ഡിറൈവ് ചെയ്യുന്നത്, അല്ലാതെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്ന്, പുറമെയുള്ള ഘടകങ്ങളിൽ നിന്നല്ല എന്നുള്ളതായിരുന്നു. The main founders of Russian formalism were Viktor Shklovsky, Roman Jakobson and Boris ഐഷൻബാം. അപ്പോൾ ഈ ഒരു റഷ്യൻ ഫോർമലിസത്തിൽ പ്രധാന ചിന്തകർ എന്ന് പറയുന്നത് വിക്ടർ സ്ലോസ്കിയാണ്, റോമൻ യാക്കോബ്സൺ, ബോറിസ് ഐഷൻബാം, ഇവരാണ്. They believed that literature should be studied scientifically by examining its artistic techniques. അവർ വിശ്വസിച്ചിരുന്നത് ലിറ്ററേച്ചർ, നമ്മൾ സാഹിത്യത്തെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കലാപരമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കി ശാസ്ത്രീയമായി പഠിക്കണം എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആർട്ടിസ്റ്റിക് ടെക്നിക്സൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് കുറച്ച് സയൻറ്റിഫിക്കലിയാണ് ഇത് പഠിക്കേണ്ടത് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. Their main concern was literariness, which means the special qualities that make a text literary. അപ്പോൾ അവരുടെ പ്രധാന ആശയമായിരുന്നു ലിറ്ററിനെസ് എന്ന് പറയുന്നത്. ഒരു എഴുത്തിനെ സാഹിത്യകൃതിയാക്കുന്ന പ്രത്യേക ഗുണങ്ങളെയാണ് ലിറ്ററിനെസ് എന്ന് പറയുന്നത്. ദീസ് ക്വാളിറ്റീസ് ഇൻക്ലൂഡ് ഇമേജറി, സിംബോളിസം, മെറ്റഫേഴ്സ്, സിമിലി, റൈം, റിതം, റിപ്പിറ്റേഷൻ, ഐറണി ആൻഡ് സൗണ്ട് പാറ്റേഴ്സ്. അപ്പോൾ ഈ ക്വാളിറ്റീസിൽ ഒരു എഴുത്തിനെ ഒരു ലിറ്ററേച്ചർ, ഒരു സാഹിത്യകൃതിയാക്കുന്ന ഒരു പ്രത്യേക ഗുണത്തെയാണ് ലിറ്ററിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗുണങ്ങളിൽ പെടുന്നതാണ് ഇമേജറി, ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇമേജറി, സിംബോളിസം, ആ ഒരു വർക്ക് ഓഫ് ആർട്ടിൽ ഒരുപാട് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. മെറ്റഫറൊക്കെ ഒരു ലിറ്റററി ഡിവൈസാണ്. സിമിലി, റൈം, റിതം, റെപ്പിറ്റേഷൻ, ഐറണി, സൗണ്ട് പാറ്റേൺസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. One of the most important concepts of formalism is defamiliarization, introduced by Viktor Shklovsky. ഫോർമലിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയങ്ങളിൽ ഒന്നാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. വിക്ടർ സ്ലോസ്കിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് മേക്കിംഗ് ഓർഡിനറി തിങ്സ് അപ്പിയർ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് സോ ദാറ്റ് റീഡേഴ്സ് നോട്ടീസ് ദം ഇൻ എ ഫ്രഷ് വേ. ഡീഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമുക്ക് പരിചിതമായ കാര്യങ്ങളെ പുതിയതും വിചിത്രവുമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച് വായനക്കാരൻ അവയെ പുതിയ ഒരു കാഴ്ചപ്പാടോടെ കാണാൻ സഹായിക്കുന്ന രീതിനെയാണ് നമ്മൾ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്.
അതായത് നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു വർക്ക് ഒരു സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിചയമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിൽ അസാധാരണമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതിനെയാണ് അവതരിപ്പിച്ച് വായനക്കാരനെ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ ചേഞ്ചസ് അവർ നോർമൽ വേ ഓഫ് സീയിങ് ദ വേൾഡ് ആൻഡ് റിന്യൂസ് അവർ എക്സ്പീരിയൻസ്. അതായത് സാഹിത്യം നമ്മുടെ സാധാരണ കാഴ്ചപ്പാടിനെ മാറ്റുകയും ലോകത്ത് പുതുമയോടെ അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് വേഴ്സ്വർത്ത്, ഡാഫോഡിൽസ്, എമിലി ഡിക്കൻസ്, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ആൻഡ് കാഫ്കാസ് ദ മെറ്റമോർഫോസിസ്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. വേഴ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ്, എമിലി ഡിക്കൻസിൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഫ്രാൻസ് കാഫ്കയുടെ ദ മെറ്റമോർഫോസിസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അനദർ ഇമ്പോർട്ടൻ്റ് ഐഡിയ ഈസ് ഫോർഗ്രൗണ്ടിങ് ഡെവലപ്ഡ് ബൈ റോമൻ യാക്കോബ്സൺ. മറ്റൊരു പ്രധാന ആശയമാണ് ഫോർഗ്രൗണ്ടിങ്. ഇത് റോമൻ യാക്കോബ്സനാണ് ഇത് വികസിപ്പിച്ചത്. ഫോർഗ്രൗണ്ടിങ് മീൻസ് മേക്കിംഗ് സർട്ടൻ വേർഡ്സ്, സൗണ്ട്സ് ഓർ സ്ട്രക്ചേഴ്സ് സ്റ്റാൻഡ് ഔട്ട് ത്രൂ റിപ്പിറ്റേഷൻ, റൈം, റിതം, അലിട്രേഷൻ, പാരലലിസം ഓർ അൺയൂഷ്വൽ ലാംഗ്വേജ്. ഫോർഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേഷൻ, ആവർത്തനം, അതുപോലെ റിതം, താളം, അതുപോലെ റൈം, അലിട്രേഷൻ, പാരലലിസം, അതുപോലെ കുറച്ച് അൺയൂഷ്വൽ ലാംഗ്വേജ്, അസാധാരണമായിട്ടുള്ള ഭാഷ എന്നിവ ഉപയോഗിച്ച് ചില വാക്കുകളെയോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനെയോ പ്രത്യേകം ശ്രദ്ധേയമാക്കുന്നതാണ് ഫോർഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. ദിസ് ഡ്രോസ് ദ റീഡേഴ്സ് അറ്റൻഷൻ ടു ദ ബ്യൂട്ടി ആൻഡ് ആർട്ടിസ്റ്റിക് നേച്ചർ ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഇതിലൂടെ ഭാഷയുടെ ബ്യൂട്ടി, അതുപോലെ ആ ഒരു ആർട്ടിൻ്റെ സവിശേഷതകളൊക്കെ വായനക്കാരന് കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നാണ്, റീഡേഴ്സിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫോർമലിസ്റ്റ് ഓൾസോ ബിലീവ്ഡ് ഇൻ ഓർഗാനിക് യൂണിറ്റി, വിച്ച് മീൻസ് എവരി പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക് ഈസ് കണക്റ്റഡ്. അതായത് ഫോർമലിസ്റ്റുകൾ ഓർഗാനിക് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആശയത്തിലും വിശ്വസിച്ചിരുന്നു. കാരണം ലിറ്റററി വർക്കിൻ്റെ എല്ലാം കണക്റ്റഡാണ്, ബന്ധിപ്പിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു. ഒരു ലിറ്റററി വർക്കിൻ്റെ എല്ലാ ഭാഗവും കണക്റ്റഡാണ് എന്നുള്ളതായിരുന്നു ഒരു ഓർഗാനിക് യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, ഇമാജിനറി സിമ്പിൾസ്, ലാംഗ്വേജ് ആൻഡ് തീംസ് വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് എ സിംഗിൾ യൂണിഫൈഡ് മീനിങ്. അതായത് ഒരു ലിറ്റററി വർക്കിൻ്റെ പ്ലോട്ട്, അതുപോലെ ക്യാരക്ടേഴ്സ്, സിമ്പിൾസ്, ലാംഗ്വേജ്, പ്രമേയം, അതിൻ്റെ തീം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കണക്റ്റഡായിട്ടാണ് അതിൻ്റെ ഒരു ഹോൾ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഓർഗാനിക് യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിറ്റററി വർക്ക് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് എ കംപ്ലീറ്റ് ഹോൾ. ഒരു സാഹിത്യകൃതി എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ഒരു കംപ്ലീറ്റ് ഹോൾ, മൊത്തത്തിലുള്ള ഒരു സൃഷ്ടിയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. റോമൻ യാക്കോബ്സൺ ഓൾസോ എക്സ്പാൻഡ് മെറ്റഫർ ആൻഡ് മെറ്റോണിമി. റോമൻ യാക്കോബ്സൺ എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച രണ്ട് ആശയങ്ങളാണ് മെറ്റഫർ ആൻഡ് മെറ്റോണിമി എന്ന് പറയുന്നത്. മെറ്റഫർ ക്രിയേറ്റ്സ് മീനിങ് ത്രൂ സിമിലാരിറ്റി. ഫോർ എക്സാമ്പിൾ, ലൈഫ് ഈസ് എ സ്റ്റേജ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ അതായത് മെറ്റഫറും സിമിലിയും ഒക്കെ സിമിലാരിറ്റിനെയാണ് കാണിക്കുന്നത്. പക്ഷേ സിമിലി എന്ന് പറയുന്നതിൽ സിമിലാരിറ്റിനെ കാണിക്കുന്ന സമയത്ത് ലൈക്ക് ഓർ ആസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ മെറ്റഫറിൽ അത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ മെറ്റഫർ സിമിലാരിറ്റി, സാമ്യതനെ കാണിക്കുന്ന അതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലൈഫ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുന്നത് മെറ്റഫറിന് ഉദാഹരണമാണ്. മെറ്റോണിമി ക്രിയേറ്റ്സ് മീനിങ് ത്രൂ അസോസിയേഷൻ. ഫോർ എക്സാമ്പിൾ, ദി ക്ലാസ് റൂം ലിസൺ കെയർഫുള്ളി, വർക്ക് ക്ലാസ് റൂം റെഫേഴ്സ് ടു ദ സ്റ്റുഡൻസ്. ഈ മെറ്റോണിമി എന്ന് പറഞ്ഞാൽ അസോസിയേഷനിലൂടെ, അതായത് ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ട് അർത്ഥം സൃഷ്ടിക്കുന്നതാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ സാമ്യതയെ അടിസ്ഥാനമാക്കി അർത്ഥം സൃഷ്ടിക്കുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റോണിക്ക് ഉദാഹരണമാണ് ദ ക്ലാസ് റൂം ലിസൺ കെയർഫുള്ളി. ഈ ഒരു സെൻറ്റൻസിൽ ക്ലാസ് റൂം എന്നത് ക്ലാസ് മുറിയല്ല, അവിടെയുള്ള വിദ്യാർത്ഥികളെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർമലിസം ലേറ്റർ ഇൻഫ്ലുവൻസ്ഡ് ന്യൂ ക്രിറ്റിസിസം ആൻഡ് സ്ട്രക്ചറലിസം. പിന്നീട് ഫോർമലിസം
ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ള ലിറ്ററി തിയറി, അതുപോലെ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞിട്ടുള്ള ലിറ്ററി തിയറി ഈ ഒരു സിദ്ധാന്തങ്ങളൊക്കെ സ്വാധീനിച്ചിരുന്നു. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ മെത്തഡ് ഓഫ് ക്ലോസ് റീഡിംഗ്, ക്രിറ്റിക്സ് കെയർഫുള്ളി എക്സാമിൻ ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ടെക്സ്റ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഓതേഴ്സ് ബയോഗ്രഫി ഓർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ക്ലോസ് റീഡിംഗ് ന്യൂ ക്രിറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ക്ലോസ് റീഡിംഗ് ഈ ഒരു പഠനരീതി നമുക്ക് ഫോർമലിസത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് ഈ രീതിയിൽ ഓതറുടെ ബയോഗ്രഫി, ഓതേഴ്സ് ലൈഫ്, അല്ലെങ്കിൽ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ, ഹിസ്റ്ററി, ഇതൊന്നും നോക്കാതെ ഒരു ടെക്സ്റ്റിനെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഭാഷ, ലാംഗ്വേജ്, സ്ട്രക്ചർ ഇത് മാത്രം സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്നതാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഓതേഴ്സ് ബയോഗ്രഫി, അന്നത്തെ കാലഘട്ടത്തിലുള്ള ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ ടെക്സ്റ്റിനകത്തെ ലാംഗ്വേജ്, അതിൻ്റെ സ്ട്രക്ചർ അത് മാത്രം ക്ലോസ് റീഡിംഗ് നടത്തുന്നതാണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ചിരുന്നു, അവതരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർമലിസം ചേഞ്ച് ലിറ്റററി ക്രിറ്റിസിസം ബൈ ഷിഫ്റ്റിംഗ് അറ്റൻഷൻ ഫ്രം ദ ഓതർ ആൻഡ് സൊസൈറ്റി ടു ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമലിസത്തെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർമലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിറ്റററി തിയറി വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു വർക്കിൻ്റെ, ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഓതറുടെ ലൈഫ്, അതുപോലെ അവിടുത്തെ സൊസൈറ്റി, ഇതിനൊക്കെ കേന്ദ്രീകരിച്ചിരുന്ന ഒരു പഠന രീതിയിൽ നിന്ന് സാഹിത്യകൃതി, ആ ഒരു ലിറ്റററി ടെക്സ്റ്റ് തന്നെയാണ് പ്രധാനമായി പരിഗണിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു ഫോർമലിസത്തിലൂടെ വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. ആ ഒരു ടെക്സ്റ്റിൻ്റെ ലാംഗ്വേജ്, ആ ഒരു ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചർ, ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ ലിറ്റററി ഡിവൈസസ്, അല്ലാതെ ഓതറുടെ ബയോഗ്രഫി, ഓതറുടെ ലൈഫ്, അല്ലെങ്കിൽ അന്നത്തെ പീരീഡ്, ആ ഒരു ഹിസ്റ്ററി എന്താണ്, സൊസൈറ്റി എന്തായിരുന്നു, അതൊന്നല്ല ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഇറ്റ് ടീച്ചസ് ദാറ്റ് ലിറ്ററേച്ചർ ഷുഡ് ബി അനലൈസ്ഡ് ത്രൂ ഇറ്റ്സ് ലാംഗ്വേജ്, സ്ട്രക്ചർ, സ്റ്റൈൽ, ഇമേജറി, റിതം ആൻഡ് ലിറ്റററി ഡിവൈസസ്. അപ്പോൾ ഫോർമലിസം പറയുന്നത് ഒരു ലിറ്റററി ടെക്സ്റ്റിനെ, ഒരു സാഹിത്യകൃതിയെ അതിൻ്റെ ലാംഗ്വേജ്, ഭാഷ, അതിൻ്റെ സ്ട്രക്ചർ, സ്റ്റൈല്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസ്, റിതം, റൈംസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യണം എന്നാണ് ഫോർമലിസം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇറ്റ്സ് മേജർ കോൺസെപ്റ്റ്സ് ലിറ്റററിനെസ്, ഡിഫെമിലിയറൈസേഷൻ, ഫോർഗ്രൗണ്ടിങ്, ഓർഗാനിക് യൂണിറ്റി, മെറ്റഫോർ ആൻഡ് മെറ്റോണിമി കണ്ടിന്യൂ ടു പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോഡേൺ ലിറ്റററി സ്റ്റഡീസ്. ലിറ്ററസി, ഡിഫെമിലിയറൈസേഷൻ, ഫോർഗ്രൗണ്ടിങ്, ഓർഗാനിക് യൂണിറ്റി, മെറ്റഫോർ, മെറ്റോണിമി എന്നീ പ്രധാന ആശയങ്ങൾ ഇന്നും ആധുനിക സാഹിത്യ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഫോർമലിസത്തിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ.